നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് മകൻ സിനിമ നടന്നാൻ ആഗ്രഹിച്ചു, ഒടുവിൽ അമ്മ സിനിമ നടിയായിരുന്നു. എടാ സുമേഷേ, എനിക്ക് കഴിവുള്ളത് കൊണ്ടും എന്റെ നേച്ചുറലായിട്ടുള്ള അഭിനയം എന്നെ സിനിമയിലേക്ക് വിളിച്ചു. എന്റെ ഓവർ ആക്ടിങ് ആയതുകൊണ്ട് ഇനി ആരും വിളിച്ചിട്ടില്ല. അത് തന്നെ അമ്മ നടുവിലായിട്ട് എന്നെ മാക്സ് സീറ്റിൽ കൂട്ടിക്കൊണ്ടുവന്നേ. അമ്മ എല്ലാവർക്കും അമ്മേനെ മാക്സ് സീറ്റ് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇനി നല്ല സൂട്ടും കൊണ്ടിട്ട് വരിക. എനിക്ക് നച്ച മാക്സ് ചെയ്യും. അമ്മ ശരിയാക്കാം. സംവിധായകൻ പപ്പൻ പണ്ട് തന്നെ മദിരാശിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പപ്പൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. സിനിമയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സിനിമ നന്നായിരിക്കുമെന്നാണ് അതിൻ്റെ ആദ്യം ഇറങ്ങിയ സോങ് കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്നായിട്ട് പപ്പനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ, മോശം പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ നല്ലൊരു നിർമ്മാതാവിനെയാണ് പപ്പന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട പിൻബലം കൊടുക്കുകയും ചെയ്തൊരു ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഇത് കഴിഞ്ഞും ഒരു കരുത്തായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഏതൊരു പുതിയ സിനിമയും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ആവേശവും പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പപ്പൻ്റെ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പം 2018 അവസാനം സിനിമ ചെയ്തത്. ഞാൻ എൻ്റെ പ്രൊമോ സോങ് കണ്ടു. വളരെ ഗംഭീരമായിട്ടൊരു പ്രൊമോ സോങ്ങോടുകൂടിയാണ് സിനിമ ലോഞ്ച് ചെയ്തത്. സിനിമയുടെ ഒരു എന്തായിരിക്കും സിനിമ എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം പ്രൊമോ സോങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് ആഘോഷിക്കുന്ന സിനിമയായിരിക്കും. വയസ്സെത്രയായി 31 എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. എല്ലാവിധ ആശംസകളും, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, ശ്രീ GS വിജയേട്ടൻ. അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെന്നൈയിൽ സിനിമ പഠിക്കാൻ പോയ കാലം മുതൽ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷ്ണകൃപാസാഗരം എന്നൊരു സീരിയൽ ഞാൻ അസോസിയേറ്റ് വർക്ക് ചെയ്തിരുന്നു. ആ കാലത്ത് കർക്കശക്കാരനായ, മുഖം നോക്കാതെ ആർട്ടിസ്റ്റുകളോടും അതുപോലെ ടെക്നീഷ്യൻസോടൊക്കെ പുള്ളി വളരെ എന്താ പറയുക, വളരെ കർക്കശമായിട്ടാണ് സംസാരിക്കാറ്. എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി. ആർട്ടിസ്റ്റിൻ്റെ എന്തോ ഒരു കുഴപ്പത്തിൽ എന്തോ ഡയലോഗ് പറഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അദ്ദേഹം ചീത്ത വിളിച്ചു. ചീത്തവിളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചീത്തവിളിയാണ് കോദണ്ഡറാമ എന്നാ വിളിക്കുക. ആ കോദണ്ഡറാമ വിളി എപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങാറുണ്ട്. അതേപോലെ പത്മകുമാർ, അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് വർഷത്തെ കോഴിക്കോടൊക്കെ വെച്ച് ഞാൻ TRS അക്കമായിട്ടൊരു കഥാചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് പത്മകുമാറിനെ കാണാറുണ്ട്. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ സോഹൻലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുപോലെ അടുത്ത നമ്മുടെ ഫംഗ്ഷനിൽ പറയേണ്ട ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്ന പുള്ളിയാണ് ബാബു ജനാർദ്ദൻ. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പം ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ സിനിമ വയസ്സത്രയും നോ ലിമിറ്റ് ഫിലിംസ്, വളരെ അക്ഷരാർത്ഥത്തിൽ നോ ലിമിറ്റ്. പൈസക്ക് ഉണ്ടായിട്ടില്ല, ഭക്ഷണത്തിൽ ഉണ്ടായിട്ടില്ല, മറ്റൊരു കാര്യത്തിലും ഒരു ലിമിറ്റും ഇല്ല. അത് ഷിജു എന്ന് പറയുന്ന നിർമ്മാതാവ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ അനിയനെ പോലൊരു വ്യക്തിയാണ്. അത് എല്ലാ സഹായങ്ങളും എന്നെ ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, പടം നന്നാവണം.
പടം നന്നായില്ലെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്നൊരു തമാശയിലാണെങ്കിൽ പുള്ളി ആ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്. അതെന്താണാവോ എനിക്കിട്ടെന്നറിയില്ല. അപ്പം അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അപഗ്രഥിച്ച് പഠിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ സിനിമ കൊണ്ട് ഒരു 25 സിനിമയുടെ അനുഭവം, അങ്ങനെ തന്നെ പറയണം. ഒറ്റ സിനിമയിൽ കൂടി അദ്ദേഹത്തിന് 25 സിനിമ ചെയ്തതിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ ഒരു പ്രൊഡ്യൂസർ വന്നാൽ കുറെ പൈസ തരാം, സിനിമ എടുത്തോ, ലാഭം കിട്ടി ഇത്ര, ലാഭം കിട്ടിയിൽ ഇത്ര എന്നൊക്കെ പറയുന്ന കണക്കാ പറയാറ്. പക്ഷെ അദ്ദേഹം അതല്ല. എല്ലാ പോയിന്റുകളിലും റിയലിക്കാണെങ്കിലും അതിലും ഇതിലും എല്ലാത്തിലും പുള്ളി വളരെ ഇൻവോൾവ് ആയിരുന്നു. അത് പലപ്പോഴും എൻ്റെ അറിവിൽ പടം ഞാൻ ചെയ്തിട്ടും എനിക്ക് അന്ന് കിട്ടാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വയസ്സെത്രയായി എന്ന് പറയാൻ സ്ത്രീകളല്ല പുരുഷന്മാർ പഠിക്കാറുണ്ട്. 30 കഴിയാറേ ഇല്ല, 40 കഴിയാറില്ല, 50 കഴിയാറില്ല, 30, 40, 50 ഇങ്ങനെ പറയുമെന്നല്ലാണ്ട് ആ ഒരു പരിധി വിട്ട് നമ്മൾ പറയാൻ ആർക്കും പറ്റാറുമില്ല, പറയാറുമില്ല. ഈ സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സിനിമയാണ്. ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലബാർ ഭാഗത്താന്ന് തോന്നുന്നുണ്ട്. 30, 35, 40 വയസ്സായ ഒരുപാട് ചെറുപ്പക്കാർ എനിക്കറിയാവുന്നതിന് ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ കൊടകിൽ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയിട്ട് പെണ്ണ് കിട്ടേണ്ട അവസ്ഥയുണ്ട് അവർക്ക്. അപ്പോൾ ഈ സാമൂഹ്യ പ്രസക്തിയിൽ ഇത്തരം കഥ സിനിമയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു എന്താ പറയുക, സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ളൊരു ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ഈ സിനിമ. സിനിമ നന്നായി വന്നിട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സിനിമയും എടുക്കുമ്പോൾ നല്ല സിനിമ എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുള്ളൂ. അത് പരാജയപ്പെടുന്ന വിജയിക്കുന്നതൊക്കെ എന്താ പറയുക, അതിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മീഡിയ സപ്പോർട്ട് വേണം, തിയേറ്റേഴ്സ് ഓണേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നല്ല പബ്ലിസിറ്റി കിട്ടാറില്ല, അല്ലെങ്കിൽ എന്താ പറയുക, തിയേറ്റർ ഓണേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വരിക, ഇതൊക്കെ സിനിമയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. നല്ല സിനിമ വേണോ, ഓടുന്ന സിനിമ വേണോ, അതാണ് ചോദ്യം. നല്ല സിനിമയാണ്, ആളില്ല, ഞാൻ പറയും ഓടുന്ന സിനിമയല്ലേ വേണ്ടത്. ഒരു 5-10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം 50-60 ഒക്കെ കോടികൾ ചെലവഴിച്ചാൽ മലയാള സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും? ഇതൊരു ബിസിനസ് കൂടിയാണല്ലോ. നാട് നന്നാക്കുക എന്നുള്ള മാത്രമല്ലല്ലോ. ആ ഇറക്കിയ പൈസയെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിനിമ എടുക്കേണ്ടതെന്നും അങ്ങനെ കഴിയട്ടെ എന്നുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ പടങ്ങളിൽ എന്താ പറയുക, ഒരു 90% പരാജയം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. നല്ല പടം ആളില്ല. എന്തുകൊണ്ട്? നല്ല പടമാണെങ്കിൽ ആൾക്കാർ വേണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾ പ്രശാന്ത് മുരളി ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി ആവേശം ചെയ്തിട്ടുള്ളത്. എല്ലാവരും, ഓരോരുത്തരെ എടുത്തു പറയുന്നില്ല. അടുത്ത മാസം ഫെബ്രുവരി ലാസ്റ്റ് പടം റിലീസ് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ കഴിയുക. കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറയട്ടെ, മീഡിയ സപ്പോർട്ട് മാക്സിമം വേണം. അതോടൊപ്പം തന്നെ തിയേറ്റേഴ്സ് ഓണേഴ്സും സഹകരിക്കണം. എല്ലാവരെയും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ഓടും എന്നാണ് വിശ്വാസം. നന്നായി വരും. നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. അനുഗ്രഹം. കിങ് ഓഫ് കൊത്ത, അജഗജാന്തരം, ജല്ലിക്കെട്ട്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ തുടങ്ങിയ ഹിറ്റുകളിലൂടെ മലയാള സിനിമാ ലോകത്ത് തന്റെ ഇടമുറപ്പിച്ച ഈ അഭിനയ പ്രതിഭ നായക കഥാപാത്രമായി ആരോഹണം ചെയ്യപ്പെടുന്ന ആദ്യ സിനിമയാണ് നോ ലിമിറ്റ് ഫിലിംസിന്റെ ബാനറിൽ പപ്പൻ ടി നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വയസ്സെത്രയായി 30. ഒന്നുറപ്പാണ്, മലയാള സിനിമാ ചരിത്രത്തിൽ ഓരോ പ്രേക്ഷകനും മനസ്സിൽ കൊത്തിവെക്കാൻ പോകുന്ന മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും വടകരക്കാരൻ രഗീഷ്. ഭയങ്കര ഇൻട്രോയി പ്രദർശിച്ചിട്ട് ഏതൊരു ആക്ടറുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്, വൺ ഓഫ് ദ മൊമെന്റ്സ് ആണ് അയാളുടെ പടത്തിൻ്റെ ലോഞ്ച്. അപ്പം നായകനായിട്ട് ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിരുന്നു. പക്ഷേ സാമ്പത്തികവും സാമൂഹികമായ ചില കാരണങ്ങൾ കാരണം
അത് രണ്ടിനും അത് ഡിസേർവ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് OTT-യിലാണ് ഇപ്പം കളിക്കുന്നത്. അപ്പോൾ ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ്. പിന്നീട് ജിയോ ബേബി സംവിധാനം ചെയ്ത ശ്രീധന്യ കേറ്ററിംഗ് സർവീസ്, ഇപ്പം മൂന്നാമതായിട്ട് പപ്പൻ, ഞങ്ങളുടെ പപ്പൻ്റെ സംവിധാനം ചെയ്ത പൈസത്രയും 30. ഇത് ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്ന സംഭവം വർക്കൗട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ എന്നുവെച്ചാൽ പൈസത്രയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഫൈസൽ മാഷാണ്. ടീച്ചറിന് ഇത് ഫിക്സ് ചെയ്തു, എന്നെ കാണാൻ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട്, എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവോ, നിന്നെ വെച്ചിട്ടേ വർക്കാവോ അങ്ങനത്തെ. പിന്നീട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി, വർക്കാവേണ്ടതാണ്, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി പറയേണ്ടത് നിങ്ങളാണ്. ഇപ്പൊ നമ്മുടെ പടത്തിന്റെ ന്യൂസൊക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലൊക്കെ വിട്ടപ്പോഴാണേലും കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ആരാണിവൻ, ഏതാണ് ഈ കരവാണം എന്നുള്ള ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു. നമുക്കറിയില്ല നമുക്കതിന് ഉത്തരം പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ, എൻ്റെ 100% എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈകാരികമായ ഒരു കാരണം കൂടി ഉണ്ട് അതിന്. അതായത് എന്നെ പോലെ അല്ല, ഈ ബ്രിഗേഷിനെ പോലെ തൻ്റെ അതല്ലാത്ത കാരണം കൊണ്ട് വിവാഹം നടക്കാത്ത കുറേയധികം ആളുകൾ നമ്മുടെ സെറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിരുന്നു. അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നും അതിൻ്റെ ഈ സിനിമയിലെ മൊമെന്റ്സ് എൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ എത്തി, നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, നമ്മളെ കാണാനെത്തിയ, നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൊമെന്റ് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചത്, അതിന് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന സർവേശ്വരന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിന് തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ടൊരു സിനിമ എന്നൊക്കെയായിരുന്നു. അപ്പൊ ശരിക്കും പെണ്ണ് കിട്ടാത്തവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വയസ്സെത്രായി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സോഷ്യൽ റെലവൻസ് ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ സബ്ജക്റ്റ് അല്ല പറഞ്ഞത്, ഞാൻ പ്രശാന്തിന്റെ ഭാവിയും എന്താണ് പ്രശാന്ത് എന്നുള്ളതും ഭാവിയിലെ സിനിമയിലൂടെയും നമ്മുടെ വയസ്സെത്രയായി എന്ന സിനിമയിലൂടെ നിങ്ങളെ കാണാൻ പോകുന്നതാണ്. ഈ സിനിമ ഞാൻ പൂർണ്ണമായും കണ്ടു, ഇത് ഗ്യാരണ്ടിയാണ്. അഭിനയിക്കുമ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങളുടെ പവില. നോ ലിമിറ്റ്സ് ഫിലിംസിന്റെ ഈ തുടക്കയാത്രയിൽ ഒരു തുടക്കക്കാരിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെന്നെ അംഗമാക്കിയ നമ്മുടെ വയസ്സെത്രയും 30 എല്ലാ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഷിജുവേട്ടൻ, അജയേട്ടൻ, ഗുരുസ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടും എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അതിന് ഒരുപാട് ടെൻഷൻ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക. എന്താ പറയേണ്ടതെന്ന് പറയുന്നത്, ഗുരുസ്ഥാനത്തിൻ്റെ ഉണ്ണിയേട്ടൻ, ഉണ്ണിരാജേട്ടൻ ചെറുപ്പം മുതലേ കാണുന്ന ഉണ്ണിയേട്ടൻ, അതുപോലെ പത്മകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ വയസ്സ് എത്രയെന്ന് പറയുന്നതല്ല, പക്ഷെ ഞാൻ TV കാണും, അതുപോലെ സിനിമ കാണും, ആസ്വദിക്കും. അങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആവണമെന്നെല്ലാം മനസ്സിൽ കയറാൻ കാരണക്കാരായ കുറേ ആൾക്കാർ ഇവിടെ ഒരു സ്ഥാനത്തും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക, വാക്കുകളില്ല. അതുപോലെ എൻ്റെ ബ്രിഗേഷേറിൻ്റെ സ്വന്തം ബബിത അനിയത്തിയായി ഈ ക്യാരക്ടർ മുഴുവനും ചെയ്യാൻ പറ്റി. അതിനെ ഒരുപാട് സഹായിച്ചു ബ്രിഗേഷേട്ടൻ, പ്രശാന്ത് ഏട്ടൻ, അതുപോലെ എല്ലാവരും. എൻ്റെ ഹസ്ബൻഡായി അഭിനയിച്ച ഷിജുവേട്ടൻ. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുണ്ട്, ഞാൻ ഒരുപാട് മൂവീസൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല, ഒരു 3-4 മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു സിനിമ എന്നുള്ള ഒരു ഫീലിങ്സിന് കൂടുതൽ നല്ലൊരു കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാൻ പറ്റി ഈ ഒരു സിനിമയായിരുന്നു. കാരണം വടകര ആ ഒരു സ്നേഹം, സാധാരണ ഞാൻ സിനിമ എന്നെല്ലാം പറയുമ്പോൾ പ്രകടിക്കുമായിരുന്നു. അതിൻ്റെ അങ്ങോട്ടേക്കുള്ള ഒരു അപ്രോച്ച് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ സിനിമ ആ ഒരു മേഖല ഭയങ്കര പേടി, പ്രൊഡ്യൂസർ എന്നെല്ലാം പറയുമ്പോൾ വേറെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളെ സിനിമയിൽ രമ്യേച്ചിനെല്ലാം ഞാൻ എപ്പോൾ മുതലേ കാണുന്നേ, എപ്പോഴും ഭയങ്കര സീരിയസിൻ്റെ സരികേച്ചി. സത്യം ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ രമ്യേച്ചി സരികേച്ചിനെല്ലാം ഞാൻ കാണുമ്പോഴേ സിനിമയിൽ കാണുമ്പോഴെല്ലാം ഭയങ്കര
എപ്പോഴും കരഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു ചേച്ചിമാരോ, പക്ഷെ കാണുമ്പോൾ എന്ത് ഭയങ്കര ചില്ല് നല്ല സുന്ദരികളും ഒന്നും നേരിട്ട് കാണാൻ പറ്റിയോ? അല്ല, ഇത് സ്ക്രിപ്റ്റഡ് അല്ല, സത്യം. ഇതെന്താ അറിയോ, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു അത് ഇത് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞായിരിക്കും. സത്യം. കാരണം ആ ഒരു ഫീലിങ്സ് ഒന്നുമില്ല. അവിടുത്തെ ഭക്ഷണമായാലും ഏത് കാര്യത്തിനായാലും നല്ലൊരു ഫാമിലി എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഉണ്ടായ എല്ലാ ആൾക്കാരുടെയും പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു വയസ്സ് എനിക്കായിട്ടില്ല സിനിമാ ജീവിതത്തിൽ. അല്ലാതെ ഞാൻ എൻ്റെ വയസ്സ് ഇത്രയും ആരും ചോദിക്കരുത്. അപ്പോൾ ബബിതേനെ ഭവിതയാക്കാൻ സഹായിച്ച ചിത്രയെ ഭവിതയാക്കാൻ സഹായിച്ച എല്ലാവർക്കും, വയസ്സത്രയുടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി സ്നേഹവും ഈ വേദിയിൽ ഞാൻ അറിയിക്കുന്നു. രണ്ടാമത്തെ കോമ്പറ്റീഷൻ ഞാൻ ശരിക്കും ഇത് കുറച്ച് മുന്നേ ഒരു ടീച്ചർ കാണിച്ചല്ലോ, എൻ്റെ മോള് അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇത്രയും ലുക്കോ. അവൾ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനൊരു വേഷത്തിൽ കാണുന്നത്. ഞാൻ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ വന്ന, പക്ഷെ ഭയങ്കര ടെൻഷൻ. എന്നോട് ഈ കഥ പറയുന്നത് IFFK വെച്ചിട്ടാണ് ശ്രീചേട്ടൻ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, ഒരു 20 സിനിമയോളം എൻ്റെ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. എന്തോ ഒരു എനിക്ക് എന്തൊക്കെയോ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്, പക്ഷെ ശരിക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ, ഈ ലൊക്കേഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശരിക്കും ഞാൻ കോളേജിലൊക്കെ പോയൊരു അവസ്ഥയായിരുന്നു. ചിത്ര, സരിക, രസ്ന, ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിക്കുമായിരുന്നു. പിന്നെ ഇതിലെ നായകൻ ബ്രിഗേഷ് എന്ന വയലിൽ വരുന്ന പ്രശാന്ത് മുരളി, എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. ഈ ആസിഫ് അലി പറഞ്ഞ പോലെ മലയാള സിനിമ കാണാനിരിക്കുന്നേ ഉള്ളൂ പ്രശാന്ത് മുരളിയുടെ അഭിനയ പാഠം. കിട്ടുന്ന ക്യാരക്ടറെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചിത്ര എന്നെ പറഞ്ഞുകൊണ്ട് പറയല്ല, എന്താ പറയുക, ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് പല സീന് ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തോട് നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ സരികയൊക്കെ നേരത്തെ സിനിമയിൽ വരേണ്ടതായിരുന്നു. സരികയുടെ ആദ്യത്തെ സിനിമയല്ലേ? എന്തൊക്കെയോ കമന്റ് അടിക്കുന്നു ബാക്കിൽ നിന്നിട്ട്. ഞാനല്ല, പ്രശാന്ത് ഭായി പോയതാണ് സിനിമയുടെ ഭാഗ്യം നേരത്തെ വരാതിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന ഷീചേറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഷീചേറിനെ എനിക്ക് ശരിക്കും പ്രൊഡ്യൂസറായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമ്മുടെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം. എനിക്ക് ശരിക്കും എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. നമ്മൾ തമാശകൾ പറയും, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നല്ലൊരു വിജയം ആശംസിച്ചോട്ട്. നായകൻ്റെ കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് വളരെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം ഒറ്റ ഷോട്ടിൽ റെഡിയാക്കുമ്പോൾ നമ്മുടെ ഒരു 6-7 ഷോട്ടിൽ നിങ്ങൾ റെഡിയാക്കണം എന്നുള്ള വലിയ കടമയുള്ള കാര്യമാണ്. പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് ആരും ഒന്നും പറയുകയില്ല തെറ്റിയാലും. അതുകൊണ്ട് ഞാൻ തന്നെ മെല്ലെ നായകനോട് ചോദിക്കലാണ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം സ്വകാര്യം വിളിച്ച് പറയും, ഒന്നുകൂടി ഉഷാറാക്കാം എന്നെ ഉഷാറാക്കി എടുത്താണ് പ്രശാന്തിനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്രെഡിറ്റ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ബാക്കി പിന്നെ എനിക്ക് വേറെ ചാൻസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ലൊക്കേഷനിൽ വന്നപ്പോഴും പണം കഴിഞ്ഞപ്പോഴും മീഡിയക്കാരും എല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് നായകനെന്ന്. പ്രശാന്ത് മുരളി. ഇത് ഫഹദ് ഫാസിനെ പോലെയുള്ള. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാണ്, 2024 ഫെബ്രുവരിക്ക് ശേഷം പ്രശാന്ത് മുരളിയെ പോലെ ഫഹദ് ഫാസിൽ എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഈ സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിരിക്കും. പറഞ്ഞുകൊണ്ട് 2 ഒതുക്കുകയാണ്. എന്തായാലും ഈ നോ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യത്തിൽ ലിമിറ്റില്ലാത്ത, കൂടെ സ്നേഹത്തിനും ഒരു ലിമിറ്റും വയ്ക്കാത്ത ഒരു കൂട്ടമാണ് ഈ വയസ്സത്രയും 30 എന്ന് പറയുന്ന സിനിമയിലെ ഈ ഒരു കൂട്ടായ്മ.
എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു സിനിമയാണ്. ആ നാട് മുഴുവൻ ഒരു സിനിമയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മുത്തശ്ശിയോടെ ഉണ്ട്, ഏകദേശം 100 അടുത്ത് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാളുകൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്തായാലും ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ പറഞ്ഞ പോലെ ഫെബ്രുവരി 29 ശേഷം ജനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഷിജുവേട്ടനും പപ്പേട്ടനും അതുപോലെ തന്നെ എന്നെ ഈ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയ ഫൈസൽ മാഷുണ്ട് ഇവിടെ. ഫൈസൽ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പിന്നെ പ്രശാന്ത് മുരളി ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വയസ്സത്ര 30 അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാം ഏറ്റവും വലിയ സുഹൃത്തുക്കൾ. ഞാനിപ്പോൾ കുറേ ദിവസമായി ഇങ്ങനത്തെ പരിപാടിക്ക് വരുന്നത്. കാരണം എല്ലാ സിനിമയിലും ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ഇതുപോലെ പരിപാടിക്ക് വരാൻ പറ്റുന്ന വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. കാരണം അടിപൊളിയല്ലേ, എല്ലാവരും കാണാം, അടിപൊളിയാണ്. അപ്പോൾ വയസ്സത്ര 30 പപ്പേട്ടൻ്റെ പടം ഇപ്പം നരിപ്പറ്റ നമ്മുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം കണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പണ്ടേ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൽ ചെറിയ വേഷം കിട്ടി. അവർ ഷൈജു സാർ, നമ്മളെ പ്രൊഡ്യൂസർ, പിന്നെ നായകൻ അടിപൊളിയാണ്, ഗംഭീരാണ്. എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരും, രമ്യായാലും പിന്നെ നമ്മുടെ ചിത്രയായാലും എല്ലാം സൗഹൃദമാണ്. പിന്നെ വടകരക്കാർ വീടുണ്ടല്ലേ, പിന്നെ വടകരൻ്റെ ഒരു സ്നേഹം ഞാൻ മുമ്പേ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു നാടിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അത് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പടത്തിൻ്റെ സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പടത്തിന് ശേഷം ഞാൻ ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബന്ധങ്ങളും സ്നേഹങ്ങൾക്കും പ്രാധാന്യമില്ലാണ്. പിന്നെ പപ്പ സാറ് ഭയങ്കര രസകരമായി ചെയ്യുമായിരുന്നു. ഒരു സാറിൻ്റെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നൊരു ഏറ്റവും നല്ലൊരു ഡയറക്ടറാണ്. അപ്പം ഏതൊരു കാലഘട്ടത്തും അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തും ഒരു പുതിയ ട്രെൻഡിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ നന്നായി സഞ്ചരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു 10-25 വർഷം മുമ്പേ ഞാൻ ആ പടം കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നത്. അന്നും അദ്ദേഹത്തിൻ്റെ ആ പടം നമ്മൾ പോസ്റ്റർ കാണുന്നത് നമ്മൾ ചെറുതാണ്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇതായിട്ട് തോന്നുന്നു. അതുപോലെ ഞാൻ കമൽ സാറിൻ്റെ പടമെല്ലാം കണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ കമൽ സാറിൻ്റെ പടത്തിൽ 2 പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നമ്മൾ പുതിയ യാത്രയിൽ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു. ഇത് നല്ല രസമായിട്ടുള്ള വേഷം ചെയ്യുന്നത് അടിപൊളിയാണ്. എന്തായാലും കൂടുതൽ പറഞ്ഞത് എന്തായാലും എല്ലാം ഗംഭീര അതിൻ്റെ എല്ലാം പിന്നെ അഭിനയിക്കുന്നവരും എൻ്റെ യൂണിറ്റും ക്യാമറയും എല്ലാം അടിപൊളിയാണ്, നല്ല രസമാണ്. പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷകൻ എങ്ങനെയാണ് സിനിമ ഒരു രീതിയിൽ എടുക്കുന്നത് എന്നതാണ്. എന്തായാലും നല്ല സിനിമയാവും, തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് വരും. എൻ്റർടൈൻമെൻ്റ് ആണ്, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. എന്തായാലും സന്തോഷമുണ്ട്. ഫെബ്രുവരി സ്നേഹം കാണാൻ പറ്റിയത് എല്ലാവരും പോലെ ഇങ്ങനെ കാണാൻ പറ്റി. ഈ സമയത്ത് എത്തിപ്പെടാൻ പറ്റിയത് ബാക്കിയായിട്ട് കാണുക. ഒരു സിനിമേൻ്റെ ഷൂട്ടിന് നമ്മളെ പഞ്ചായത്ത് ചെട്ടി നമ്മളെ മറിവാൻ ടീമിലെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറിവാൻ 2 കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയത് ഭാഗ്യമാണ്. ഏറെ സ്നേഹം കൂടുതലും പറയുന്നത് എന്തായാലും സ്നേഹത്തോട് വളരെയധികം സന്തോഷമുണ്ട്. നോ ലിമിറ്റ്സ് ബാനറിൽ പറഞ്ഞ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്നൊരു 16 തൊട്ട് ഇന്നലെ വരെ ഫുൾ സ്റ്റേജ് ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം ഭയങ്കര അടഞ്ഞിരിക്കുകയാണ്. എനിക്കിവിടെ വരുമ്പോൾ ഒരു വലിയ സസ്പെൻസ് പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രമ്യേച്ചി അത് പൊട്ടിച്ച് കളഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിമിക്രിയിലൂടെയാണ് ഈ രംഗത്ത് വരുന്നത്, കലാഭവനിലൂടെയാണ്. എനിക്ക് തോന്നുന്നൊരു 18 വർഷമായിട്ട് എല്ലാ കോമഡി പ്രോഗ്രാമിലും ചെയ്യാൻ അവസരം. അത് പലർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും TV-യിൽ ഇങ്ങനെ സ്ഥിരം കാണുമ്പോൾ ഇവർ സിനിമയിലും ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയാം, എൻ്റെ ആദ്യത്തെ പടം നമ്മുടെ ഷിജുവേട്ടൻ്റെ പടമാണ്. അതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് തന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ജയേന്ദ്ര ശർമ്മയായിരുന്നു, ഷീജേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ജയേന്ദ്ര ശർമ്മയെ ഓർക്കുകയാണ്. പിന്നെന്താ പറഞ്ഞത്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എന്താ പറയുക, ഞാൻ ഇനി പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റേജ് ഷോ ചെയ്യാനാണ് താല്പര്യം. പറഞ്ഞ പോലെ മിമിക്രി ആയിട്ടും പാട്ടായിട്ടും ഡാൻസായിട്ടും എനിക്ക് അത് ചെയ്യാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ്. ഞാനൊരു സ്റ്റേജ് പെർഫോമറാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി
പലരും എൻ്റെ അടുത്ത് പറയും നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊക്കെ പിടിച്ചു കയറി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്താൽ മാത്രമേ കുറച്ചും കൂടെ എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേജ് കൂട്ടാനും സ്റ്റേജിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് സ്റ്റേജ് ഷോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ എന്തായാലും ഇനിയുള്ള ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഈ ക്രൂവിന് കൊടുക്കുകയാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ട്. കാരണം വടകര വെച്ചിട്ട് ഒരു പടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സിനിമ ഒന്നാവും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, ഞാൻ ഒരു കൊയിലാണ്ടിക്കാരിയാണ്, രാവിലെ പോയിട്ട് അഭിനയിച്ചിങ്ങ് പോരാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് ആരും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാ. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ എല്ലാം വടകര ഭാഷ അറിയാലോ, എല്ലാം നമ്മൾ ആ ശരി ഇങ്ങോട്ട് അടുത്ത ഷോട്ട് ആണെന്നാട്ടോ. എനിക്ക് ഭയങ്കര എൻ്റെ വിചാര സിനിമയിലൊക്കെ എല്ലാവരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു സിനിമ, പപ്പേട്ടനായിക്കോട്ടെ, പിന്നെ ജിബ്രാൻ ഒരു ക്യാമറമാൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ലുക്കൊക്കെ മാറി ചീത്തത്. പക്ഷെ ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കൂളായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇത്രയും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയ്ക്കും നല്ല പടമാണ്. വടകരയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, കുറേ പുതിയ ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചു ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ വിചാരം ഇവർ റിഹേഴ്സൽ ചെയ്യുകയാണ്. കാരണം ഒരിക്കലും അത് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഒരു 5-6 സമയത്തിന്റെ ഒരു പ്രശ്നം എനിക്ക് അമ്മയോട് മാത്രമേ ഇത് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അതുകൊണ്ടാണ് എന്നാലും 2 വാക്കിൽ ഒതുക്കാൻ നോക്കാം. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്ന് ചോറും കറിയും മാത്രം വെച്ചുകൊണ്ടിരുന്ന ഞാൻ അങ്ങനെ തന്നെ ഇതിൻ്റെ വീഡിയോയിൽ കൂടി ഈ വരാന്ത വരെ എത്തിച്ചില്ലേ. വരാന്തയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത് ഈ വയസ്സെത്രയായി 30 എന്ന് പറഞ്ഞ സിനിമേൻ്റെ പേര് പിടിക്കുന്നത് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഇതിനേക്കാൾ എനിക്കൊന്നും പറയാനില്ല. ഇത് കുടുംബത്തിൽ വയസ്സത്രയായി എന്ന കുടുംബത്തിൽ തന്നെ എത്തിപ്പെട്ടതിന് എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. ചില്ലറ റോളാറ്റാ കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് പ്രൊമോഷൻ കാണേണ്ടതാ. നാട്ടുകാരെല്ലാം പറയുന്നുണ്ടോ? നാട്ടുകാരെല്ലാം പറയുന്നത് സിനിമ പന്നിച്ച് പോയതൊക്കെ കാണും അതെന്താ ഇങ്ങനെ സിനിമ തരാതെ ധൈര്യത്തെ പാടില്ല. ഞാനിങ്ങനെ സിനിമയിൽ ഞാൻ എൻ്റെ അടുത്ത് കോനാലിങ്ങനെ കുത്തിയിരുന്നതാണ്. അന്നേരം 2 നാൾ വന്നു, നിങ്ങളെന്തിനു വന്നു? 2 മോമ്പാതി ഞാൻ കുത്തിയിരിക്കുന്നു. എന്നാൽ 2 മോമ്പാതി മാസമായില്ലേ. ഞാൻ പറഞ്ഞു ആരായാലും ഇരിക്കും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു സിനിമയിലാ തന്നെ കൂട്ടറേ ഒന്നും അറിഞ്ഞൂടാ. പിന്നെ കൂട്ടുകാരിയാണ് ഒരാ കുത്തിരിക്കുന്നതാ. അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് പാല് വൃത്തി പാത്രം കൊണ്ട് ഏത് പാല് കൊണ്ട് 2-3 പരയിൽ തടുക്കാമോ? ഞാൻ പറയാം അതങ്ങനെ നോക്കാം. കൊണ്ട് പോയെന്നല്ല, ഒരുപാട് ഡയലോഗുകളൊക്കെ ഉണ്ട്. ഡബ്ബെല്ലാം ചെയ്ത് സ്വന്തം ഡബ് ചെയ്തോട്ടാ. അത് വേറെ നല്ല കൈ കൊടുത്താൽ 3 പ്രാവശ്യം എറണാകുളം സ്റ്റുഡിയോ പോയി ഡബ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ. ഈ കഴുത്തിലും കുറച്ച് മുന്നേ ഒരുപാടുണ്ട്. ഇപ്പൊ വളയെന്ന് കാണുന്നില്ല പോയി. അതല്ല എൻ്റെ മോന് ഞാൻ കൊടുത്തതാ സിനിമക്ക് വേണ്ടിയിട്ട്. സിനിമ നല്ല ഓടണം, കഥാ സിനിമ നല്ല ഓടണം. പ്രൊഡ്യൂസർ ക്ഷമിക്കുന്നുണ്ട് എന്നോട്. ഞാൻ അറിയാണ്ട് ചോദിച്ചതാ. അത് പെട്ടെന്ന് നമ്മുടെ പടം നിങ്ങളെ രുചിയാക്കി കൊടുത്തു കഴിഞ്ഞാല് പ്രൊഡ്യൂസർക്ക് പാവം പൈസ തന്നി കൊടുത്തത് അതെല്ലാം ഓരോരുത്തർ കൊടുത്തു. പിന്നെ കൈ കിട്ടുന്ന പൈസ എല്ലാം അത് മക്കൾ കൊടുത്തിരിക്കും. പിന്നെ പൈസ കിട്ടിയത് നായക ഇയാള് പ്രസാദ് തന്നിക്കടുത്ത് അത് അയാളെ കൊണ്ടുവച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണണം. ആയിക്കോട്ടെ, അറിയാൻ പാടില്ല. തരുന്നതായിട്ട് വലിയാരും പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ അടുത്ത പടത്തിൽ ഇപ്പോ ഈ സിനിമ കണ്ടിട്ട് അടുത്ത പടത്തിൽ ആൾക്കാരെ വിളിക്കൂ. അന്നേരം പോവാ. അന്നേരം എന്റെ മോന്റെ സിനിമ എന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞാൽ ഞാൻ പോകും. എല്ലാം സ്വന്തം കുടുംബത്തിൽ തന്നെ വേണം അല്ലേ? അപ്പൊ പുറത്തുപോയി പൈസ കിട്ടും, അതായിരിക്കും കൊടുക്കൂ.
അത് മക്കൾക്ക് കൊടുക്കും, എൻ്റെ മോനെയും കൊടുക്കും. എല്ലാ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു നടക്കില്ല, എല്ലാ കുടുംബത്തിലേക്കാ. കുടുംബത്തിൽ ഓരോ വകയിലേക്ക് ഞാനിവിടെ വന്നത് ആണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് വാട്സപ്പിൽ ഇടും, വേണമെങ്കിൽ വന്നു അല്ലെങ്കിൽ വന്നില്ല. ആ രീതിയിലുള്ള ഒരു സംഭവത്തിലാണ് സിനിമയുടെ മാർക്കറ്റിംഗ് പോകാറ്. പക്ഷേ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് മുതൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വരെ ഇവരുടെ ഒരു ടീം വർക്കും ഇവർ ടീമായിട്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആരൊക്കെയാണാവോ ഒന്ന് സെപ്പറേറ്റ് പരിചയപ്പെടണം. അത്രയും മനോഹരമായ രീതിയിൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും എല്ലാ ആളുകളെയും ചെറിയതായാലും വലിയതായാലും അവർ വലിപ്പ ചെറുപ്പമില്ലാതെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഈ ടീം ചെയ്യുന്ന ആ ഒരു വർക്കിനെ ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പം തന്നെ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് സിനിമയിൽ എന്താണ് ഉള്ളത് എന്ന് കാണാനുള്ള വളരെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിത് നോക്കുമ്പോൾ വിചാരിച്ചു ഇത് നല്ലൊരു പടമാണല്ലോ, ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് അതുപോലെ ഓരോ ആളുകളെയും ഇത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം ഒരു എന്താ പറയുക, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറ്റി ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. എൻ്റെ അടുത്ത പടങ്ങളിൽ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അത് ഇവർ വളരെ മാതൃകാപരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും സിനിമയിലും ഇവർ അവലംബിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും പോലെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതെ, തീർച്ചയായിട്ടും. വയസ്സെത്രയായി 30. ഈ ചിത്രത്തിന് വേണ്ടി എനിക്കും അമ്മയ്ക്കും വിജയലക്ഷ്മിക്കും ഒക്കെ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ സംഗീത സംവിധായകൻ ശിബു സുകുമാരൻ അതിഗംഭീരമായിട്ടാണ് പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ച് തന്നെ പാട്ട് റെക്കോർഡിംഗ് വേളയിൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായി. വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ മറ്റു പാട്ടുകളും കുറച്ച് കേൾക്കാനിടയാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഓരോ പാട്ടും കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ അവിടെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് കയറുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും എനർജിയും തന്ന, ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ് തന്നുകൊണ്ടേയിരുന്നു ഷിജു ക്ഷമിക്കണം. കാരണം ഞങ്ങൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ പാടാൻ എന്താ പറയുക, നമുക്കൊരു ടെൻഷനൊക്കെ ഉള്ള സമയത്ത് പോലും നമ്മളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് പാടിക്കുന്ന ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം പിന്നെ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞ ഇപ്പുറത്തെ അങ്ങനെ